കഴിഞ്ഞാലോ സമാധാനായി. എന്തൊക്കെയാ ചേച്ചി ഇവിടെ നടക്കുന്നേ? വീട് കാര്യമാക്കണ്ട, ഇവിടെ സ്ഥിരമാണ്. എനിക്കറിയാവുന്ന ഒരു അച്ഛനുണ്ട്, ഫാദർ ഡാനിയൽ. നാളെ അച്ഛനെ പോയെന്ന് കാണും. ശരി, നീ പോയി കിടക്കും. അവൾ അച്ഛനെ പോയി കാണുന്നു. അവൾ അച്ഛനോട് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ഞാൻ വരാം. അച്ഛൻ ജോണിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ജോണി, നീ ഇങ്ങനെ കുടിച്ച് നശിക്കില്ലേ? സാരമില്ല, അവനെ ദൈവം രക്ഷിക്കും. ഇതെന്ത് ഞാൻ തരത്തില്ല. ഇതിന് വിടടാ, ഞാൻ തരില്ല. നല്ല ചിന്ത എന്റെ സഹോദരരെ. കാലത്തിന്റെ ആരംഭം മുതൽ പിതാവ് നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ എന്നോടൊപ്പം പ്രവേശിക്കുവിൻ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ കൂട്ടത്തിലുള്ളവരിൽ പലരും എന്റെ പാതയിൽ സഞ്ചരിച്ചവരാണ്. ഇവിടെ വാ. നീ എന്ത് അധികാരത്തിലാണ് അവനെ കൊണ്ടുപോകുന്നത്? ഇവൻ തിന്മയുടെ മകനാണ്. ഇവനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. നീ ഒരു കാര്യം അറിഞ്ഞില്ല, അവൻ മാനസാന്തരപ്പെട്ടു. എപ്പോൾ? ജോണിന്റെ കുടി മൂലം അവനെ വീട്ടുകാർ ഉപേക്ഷിക്കുന്നു. എനിക്ക് കൊച്ചിനെ ഇവിടെ പോയിരിക്കാൻ വയ്യ. അവൻ ഭിക്ഷയാചിക്കാൻ തീരുമാനിച്ചു. നിനക്ക് കുടിക്കാനല്ലേ, ഞാൻ തരത്തില്ല. തന്റെ അവസ്ഥയിൽ അവന് കുറ്റബോധം ഉണ്ടാകുന്നു. അവൻ അച്ഛനെ കാണാൻ തീരുമാനിച്ചു. എന്നോട് ക്ഷമിക്കണം അച്ഛാ, എല്ലാവരും പോയി. അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഒരാൾ പോയാൽ എനിക്കെന്താ? എന്റെ നരകത്തിലേക്ക് വരാൻ ഇത്രയും പേരുണ്ടല്ലോ. നിങ്ങൾ ഇവരെ പോലെ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമായിരുന്നു. ഈശോയുടെ രണ്ടാം ഭാഗമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുവാനും ദൈവത്തിൻ്റെ കരുണയിൽ അടങ്കലാകുവാനും ആഹ്വാനം ചെയ്യുന്നതാണ്. ഈശോയുടെ രണ്ടാം വരവ് ഏത് മിനിറ്റിലും സംഭവിക്കാം. അതിനാൽ എല്ലായ്പ്പോഴും ആത്മാർത്ഥമായുള്ള തയ്യാറെടുപ്പിൽ ജീവിക്കണം. നന്ദി.